എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ പ്രോസസ്സാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ അപേക്ഷിച്ചപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും തൊട്ട് താഴെ ആക്സസ് കോഡെന്ന് ഉള്ള ആ ഒരു നമ്പേഴ്സ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ ഫോർഗോട്ട് പാസ്വേഡും ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്ത് നമുക്ക് റിട്രീവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം ഇടത് സൈഡിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് വീണ്ടും കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു ഗെറ്റ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് OTP വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് പേയ്മെൻറ്റും ഓപ്ഷൻ രജിസ്ട്രേഷനും ചെയ്യേണ്ടുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ കംപ്ലീറ്റ് സേവ് ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വന്നാലും ഇങ്ങനെ ലോഗിൻ ചെയ്ത് വന്നതിന് ശേഷം ഓരോ പ്രാവശ്യവും OTP കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അതുപോലെ ഒരിക്കൽ പേയ്മെൻറ്റ് നടത്തിയാൽ പിന്നീട് ഇവിടെ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ വരികയുമില്ല. അങ്ങനെ ഇവിടെ ഗെറ്റ് OTP കൊടുത്ത് മുന്നോട്ട് വന്നാൽ ഇവിടെ ഇമെയിൽ എന്നും SMS എന്നും രണ്ട് ഓപ്ഷൻസ് കാണാം. രണ്ടും രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തത് തന്നെയാണ്. SMS പ്രസ് ചെയ്താൽ അപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ വരും. ഇമെയിൽ എനേബിൾ ചെയ്താൽ ആ സമയത്ത് കൊടുത്ത ഇമെയിലും വരും. ഞാനിവിടെ SMS പ്രസ് ചെയ്ത് താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി സബ്മിറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് വരുന്നത്. അവിടെ പേയ്മെൻറ്റ് എന്ന് കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളൊരു ലിങ്ക് വരികയും അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. മുകളിൽ ഓരോന്നിൻ്റെയും ചാർജസ് സംബന്ധിച്ച ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പ്രൊസീഡ് ടു പേ എന്നുള്ള ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നീ ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണ്. ജനറൽ OBC ഉൾപ്പെടെയുള്ള ജനറൽ വിഭാഗത്തിന് 2000 രൂപയും 7 രൂപയുടെ അടുത്തതിൻ്റെ സർവീസ് ചാർജ് വരുന്നുണ്ട്. ബാക്കി OEC, SC, ST വിഭാഗത്തിലൊക്കെ ഉള്ളവർക്ക് 500 രൂപയുമാണ് വരുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫീസ് ഇനത്തിൽ 2000 രൂപ കുറവ് ചെയ്യുന്നതാണ്. അലോട്ട്മെൻറ്റ് ഒന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ഈ 2000 രൂപ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഞാനിവിടെ സക്സസ്ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. തുടർന്ന് വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതും അവിടെ ഇനി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് ഡീറ്റെയിൽസ് വരുന്നതും ഇടത് സൈഡിൽ കാണുന്ന കോഴ്സുകളാണ് സെലക്ട് ചെയ്ത് വലത് സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടുന്നത്. ഇവിടെ കോഴ്സ് ടൈപ്പിൽ സെലക്ട് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, അതിൽ ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഉണ്ട്, സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്. ഇത് ഓർഡറിൽ ഫീസ് കൂടി വരുന്നതാണ്. ഗവൺമെൻറ് കോളേജസിനാണ് ഏറ്റവും കുറച്ച് ഫീസ് വരുന്നത്. കോട്ടയിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് മെറിറ്റ് ഫീ ഉണ്ട്, മൈനോറിറ്റി ട്രസ്റ്റിൻ്റെ ഉണ്ട്, NRI ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കോളേജും കോഴ്സും തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ എല്ലാം ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. അതും കൂടാതെ അവൈലബിൾ ഓപ്ഷൻസിന് നേർക്ക് ഒരു സെർച്ച് ബട്ടനുണ്ട്. അവിടെ സെർച്ച് ചെയ്തും നമുക്ക് കോളേജും കോഴ്സും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ കാണുന്ന സെലക്റ്റിൽ പ്രസ് ചെയ്താൽ ഓപ്ഷൻ നമ്പർ അസൈൻഡ് എന്ന് കാണിക്കുകയും ഓക്കെ കൊടുത്താൽ വലത് സൈഡിലുള്ള കോളത്തിലേക്ക് അത് റോ ചെയ്ത് വരും. നമ്മൾ കൊടുക്കുന്നതല്ല, ഇനി റോ ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സേവ് ചെയ്യണമെന്നുള്ള പോപ്പപ്പ് വിൻഡോ വരും. ഓക്കെ കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്കുള്ള പ്രിഫറൻസിലാണ് വരുന്നത്. ഇടയ്ക്ക് അത് മാറ്റണമെങ്കിൽ ഇവിടെ മൂവ് ടു എന്ന് കാണാം. അവിടെ കൊടുത്തിട്ട് എത്രാമത്തെ നമ്പറാണെന്ന് കൊടുത്ത് ഓക്കെ കൊടുത്ത് നമുക്ക് അതിൻ്റെ പ്രിഫറൻസ് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ കോഴ്സും കോളേജും അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് എറർ മെസ്സേജ് വരികയാണെങ്കിൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഈ എറർ മെസ്സേജ് വരുന്നത്. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആദ്യം മുതൽ ലോഗിൻ ചെയ്ത് വന്ന് OTP ഒക്കെ കൊടുത്ത് വീണ്ടും ചെയ്യേണ്ടി വരും. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും ലോഗിൻ ചെയ്യുവാൻ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുകളിൽ സേവ് ബട്ടണുണ്ട്. അവിടെ സേവ് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഓൾ ഓപ്ഷൻസ് ആർ സേവ്ഡ് എന്ന് കാണിക്കുകയും ചെയ്യും. ഞാനിവിടെ ടോട്ടൽ 44 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് കൊടുത്ത് നമുക്കത് സേവ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്, സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ലാസ്റ്റ് പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് കൊടുത്തതിന് ശേഷവും നമുക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യുവാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് വരെയും അങ്ങനെ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്
മനസ്സിലാക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക്